പഠിച്ചു കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്നിരുന്ന നമുക്ക് 20,000 രൂപ മന്ത്ലി സാലറി കിട്ടുന്ന ഒരു ജോബ് ഓഫർ വന്നപ്പോൾ നമ്മൾ സന്തോഷത്തിൽ തുള്ളിച്ചാടി. ബട്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ 20,000 രൂപ നമുക്ക് തികയാത്ത പോലെയായി. അപ്പൊ തോന്നി എങ്ങനെയെങ്കിലും മാസം ഒരു 50,000 രൂപ സമ്പാദിക്കാൻ തുടങ്ങിയാൽ ലൈഫ് കുറച്ചുകൂടി സ്മൂത്തായി ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റുമെന്ന്. എന്നിട്ട് എന്തൊക്കെയോ ചെയ്തു പുതിയ ഒരു ജോലിയൊക്കെ കയറി മാസം 50,000 രൂപ സാലറി വരാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും അതും തികയാതെ ആവുന്നു. പിന്നെ ടാർഗറ്റ് 1 ലക്ഷമായി, അതുപോയി 2 ലക്ഷമായി, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. പുതിയ വീട്, നല്ല കാറ്, ലേറ്റസ്റ്റ് ഐഫോൺ, അങ്ങനെ എല്ലാം വാങ്ങിയിട്ടും അതൊന്നും നമ്മളെ തൃപ്തിപ്പെടുത്തുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ നമ്മുടെ പ്രോബ്ലം മണി അല്ലായിരുന്നു, മറിച്ച് കാശ് നമുക്ക് എന്തൊക്കെ നൽകും എന്ന നമ്മുടെ എക്സ്പെക്ടേഷൻ ആയിരുന്നു പ്രോബ്ലം. നമ്മൾ വിചാരിച്ചു കാശ് കുറെ സമ്പാദിച്ചാൽ പിന്നെ ലൈഫ് സെറ്റായി, എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കാം, എക്സ്പെൻസീവ് സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയാലും മറ്റുള്ളവർ എനിക്ക് നല്ല റെസ്പെക്ട് തരും, വലിയ ആഡംബരമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ജീവിക്കാൻ പറ്റിയാൽ ലൈഫ് സക്സസ്ഫുൾ ആയ പോലെ ഫീൽ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിരുന്നത്. പക്ഷേ നമ്മുടെ ഈ ധാരണകളൊക്കെ ശരിയായിരുന്നെങ്കിലും എന്തുകൊണ്ടാണ് സമ്പന്നരായിട്ടുള്ള ആളുകൾ ഫുള്ള് സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് ജീവിക്കുന്നത്? മറിച്ച് ഒരുപാട് കാശ് സമ്പാദിക്കാത്ത ഒരാൾ ചിലപ്പോൾ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാവും. മണി ഏൺ ചെയ്യാനുള്ള പല വഴികള്, സേവ് ചെയ്ത് ഗ്രോ ചെയ്യാനുള്ള വഴികളും ഇതിനെക്കുറിച്ചൊക്കെ എപ്പോഴും എല്ലാവരും സംസാരിക്കാറുണ്ട്, നിറയെ വീഡിയോസും ഉണ്ട്. ബട്ട് കാശ് എങ്ങനെയാണ് ചിലവാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് അത്ര ആരും ഡിസ്കസ് ചെയ്യാറില്ല. സ്പെൻഡിങ് മണി എന്നത് ഒരു സ്കില്ലാണ്. അതിന്റെ പിന്നിലുള്ള ആർട്ട് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും കുറേ സമ്പാദിച്ചുകൊണ്ടേയിരിക്കും, എന്നാൽ ഒരു ലൈഫ് സാറ്റിസ്ഫാക്ഷനും ഉണ്ടാവില്ല. ഇന്നത്തെ വീഡിയോയിൽ മോർഗൻ ഹൗസലിന്റെ ദ ആർട്ട് ഓഫ് സ്പെൻഡിങ് മണി എന്ന ബുക്കിലെ 7 പവർഫുൾ ലെസൺസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ബുക്കിൽ ഇതുപോലുള്ള 20 ലെസൺസ് ആണ് ഉള്ളത്. ഒന്നും ഒഴിവാക്കാനായിട്ട് പറ്റില്ല. എല്ലാം നല്ല യൂസ്ഫുൾ ആയതുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്ത് പാർട്ടായിട്ടാണ് ഞാൻ ബുക്കിന്റെ സമ്മറി ചെയ്യുന്നത്. ഇത് പാർട്ട് 1 വീഡിയോ ആണ്. അടുത്ത ലെസൺസ് പാർട്ട് 2 ആയിട്ട് ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്റെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ഇതുപോലെയാണല്ലോ, എന്റെ അമ്മായിയുടെ മോൾ ഇതുപോലെയാണല്ലോ എന്നൊക്കെ തോന്നാം. ബട്ട് ആ ചിന്തകളൊക്കെ കുറച്ചു നേരം ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മളെ കുറിച്ച് മാത്രം ചിന്തിച്ചു നോക്കാം. ഈ 7 ലെസൺസിൽ എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കണ്ടതുപോലെ തോന്നാം. നമ്മുടെ ശീലങ്ങള്, ആഗ്രഹങ്ങള്, ഫൈനാൻഷ്യൽ മിസ്റ്റേക്സ്, അങ്ങനെ പലതും മനസ്സിൽ കൂടെ വരാം. എന്നിട്ട് ഈ വീഡിയോയുടെ എൻഡില് തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള കുറച്ച് ലെസൺസ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അത് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് ട്രജക്ടറിയെ തന്നെ മാറ്റിയേക്കാം. സോ വീഡിയോ ഒക്കെ ഫുള്ള് മിസ്സാക്കാതെ ലാസ്റ്റ് വരെ കാണുക. ദ ആർട്ട് ഓഫ് സ്പെൻഡിങ് മണി എന്ന ഈ ബുക്കിന്റെ അഫിലിയേറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ബുക്ക് വായിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വാങ്ങാവുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്പർ 1, എവരിവൺ ഹാസ് എ റീസൺ ഫോർ സ്പെൻഡിങ് മണി ഡിഫറെന്റ്ലി. കാശ് ചിലവാക്കുന്ന കാര്യത്തിൽ ഒരു ട്രൂത്ത് ആണ്, ദർ ഇസ് നോ റൈറ്റ് വേ ടു ഡു ഇറ്റ്. ഇന്നതുപോലെ മണി സ്പെൻഡ് ചെയ്താൽ എല്ലാവരും ഹാപ്പിയും ഫുൾഫിൽഡും ആവും എന്ന ഒരു യൂണിവേഴ്സൽ ലോ ഇല്ല നമ്മുടെ അടുത്ത്. ഞാൻ എന്റെ കാശ് ചിലവാക്കാൻ ഇഷ്ടപ്പെടുന്ന രീതി ചിലപ്പോൾ മറ്റൊരാൾക്ക് സെൻസ് ഇല്ലാത്ത പോലെ തോന്നും. അതുപോലെ ഞാൻ കാശ് മുടക്കാൻ മടി കാണിക്കുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ മറ്റൊരാൾക്ക് സന്തോഷം കൊണ്ടുവരുന്ന രീതിയിലെ ചിലവാക്കൽ. ഫോർ എക്സാമ്പിൾ, ഞാൻ ബുക്സ് വാങ്ങിക്കുന്ന കാര്യത്തിൽ കണക്ക് നോക്കാറേയില്ല. എനിക്ക് വായിക്കണം ഓർ എൻ്റെ കുട്ടികൾക്ക് വായിക്കണം എന്നുള്ള ബുക്സ് എത്ര ആണെങ്കിലും വാങ്ങും. അതേസമയം ഡ്രസ്സിന്റെ കാര്യത്തിൽ വളരെ മിനിമലാണ്. അത് ചിലപ്പോൾ നല്ലപോലെ ഷോപ്പിംഗ് ചെയ്ത് പല ഡ്രസ്സസ് ഇടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഞാനൊരു ക്രേസി ആയി തോന്നാം. ഏതടാ ഇവള് ഒരു കഥ ബുക്ക് വാങ്ങാനൊക്കെ 500,000 എന്നൊക്കെ ചെലവാക്കുന്നു, എന്നാൽ കുറച്ച് ഡ്രസ്സസ് ഒക്കെ വാങ്ങാൻ വയ്യ അവൾക്ക്, എപ്പോഴും ഒരേ ഡ്രസ്സ് തന്നെ ഇട്ടോണ്ട് വരുന്നു എന്ന് വേണേലും പറയാം. ഇവിടെ ഓൾ ബിഹേവിയേഴ്സ് മേക്ക് സെൻസ് വിത്ത് ഇനഫ് ഇൻഫർമേഷൻ എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ എന്തുകൊണ്ടാണ് 500,000 എന്നൊക്കെ ബുക്സിൽ ചിലവാക്കുന്നത്, അതുമൂലം എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്, എൻ്റെ ലൈഫിൽ വന്ന മാറ്റങ്ങൾ, ഞാൻ നേടുന്ന അറിവ്, ഇതൊക്കെ വെച്ച് നോക്കിയാലും ഇതൊന്നും ഒരു ചിലവായി കാണാതെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഞാൻ കാണുന്ന രീതി, ഇങ്ങനെയൊക്കെ എൻ്റെ കണ്ണിലൂടെ മറ്റൊരാൾക്ക് കാണാൻ പറ്റുമ്പോൾ എൻ്റെ മണി സ്പെൻഡിങ് നേച്ചർ സെൻസ് ഉള്ള പോലെ തോന്നും. അല്ലാത്ത ഒരാൾക്ക് ചുമ്മാ ഒരു ബുക്കിനൊക്കെ ഇത്രയും കാശ് മുടക്കണോ എന്നതായിരിക്കും തോന്നുക. അതുപോലെ ചിലപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലൂടെ വളർന്നു വന്ന നമ്മുടെ ഒരു ക്ലോസ് റിലേറ്റീവ് കുറേ വർഷം കഷ്ടപ്പെട്ട് കാശ് നിറയെ സമ്പാദിച്ചതിന് ശേഷം തന്റെ മകൾ ഒരു കോളേജിൽ പോവാറാകുമ്പോൾ നല്ല ടോപ്പ് കോളേജ് തന്നെ ചൂസ് ചെയ്തോ, കാശിന്റെ കാര്യത്തിൽ ഒന്നും നോക്കണ്ട എന്ന് പറയുന്നതിന്റെ പിന്നിലെ ഇമോഷണൽ ബോണ്ട്, താൻ ഓവർകം ചെയ്തു വന്ന കഷ്ടപ്പാടിന് കിട്ടുന്ന ഒരു റിവാർഡായി കാണുന്ന ആ ഒരു മൈൻഡ്, അത് പുറത്തുനിന്ന് നമുക്ക് കാണുമ്പോൾ ഇവന് വേറെ പണിയില്ലേ എന്ന് പറയാനായിരിക്കും പറ്റുക. എന്നാൽ കഷ്ടപ്പെട്ട് പിന്നീട് കാശുകാരായ എല്ലാവരും ഇങ്ങനെ ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അതും ഉറപ്പില്ല. ഒരുപാട് കഷ്ടപ്പാടിലൂടെ പോകേണ്ടി വന്ന ചിലര് കാശ് നിറയെ വന്നാലും ചിലവാക്കാനായിട്ട് മടിക്കും.
എങ്ങാനും ഞാൻ സമ്പാദിച്ചൊക്കെ തീർന്നു പോയാൽ വീണ്ടും ഞാൻ കഷ്ടപ്പെടേണ്ടി വരില്ലേ എന്നോർത്തിട്ടുള്ള പേടി കാരണം അവർ ചിലവാക്കാതെ വെക്കും. അപ്പൊ നമ്മുടെയോ മറ്റുള്ളവരുടെയോ സ്പെൻഡിങ് ഹാബിറ്റിനെ കുറിച്ച് നോക്കുമ്പോഴും യൂസ്ഫുൾ ആവുന്നതും ഫൺ ആയിട്ടുള്ളതിലും കാശ് ചിലവാക്കുന്നു എന്നൊരു ആംഗിളിൽ നിന്ന് മാത്രം നോക്കാതെ അവര് ഗോ ത്രൂ ചെയ്ത സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ എക്സ്പീരിയൻസസ് അനുസരിച്ച് ഇതൊക്കെ മാറും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത് ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ട 2 പീസ് ഓഫ് അഡ്വൈസ് ആണ്. നമ്പർ 1, ഡോണ്ട് ലെറ്റ് എനിവൺ ടെൽ യു വാട്ട് യു ഷുഡ് or shouldn't spend money on. There is no right way. You have to figure out what makes you happy and fulfilled. Personal finance എന്നത് ഫൈനാൻസ് എന്നതിലുപരി കൂടുതലും പേഴ്സണൽ എന്ന കാര്യത്തിലാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് സന്തോഷം തരുന്നത് ഏത് രീതിയിൽ പണം ചിലവാക്കുമ്പോഴാണ് എന്ന് നമ്മൾ തന്നെയാണ് ഫിഗർ ഔട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ ചിലവാക്കണം, ഇങ്ങനെ ചിലവാക്കാൻ പാടില്ല എന്ന് വരുന്ന ഉപദേശങ്ങൾ കേൾക്കാതിരിക്കുക. ഒപ്പം മറ്റുള്ളവർക്കും അങ്ങനെയുള്ള ഉപദേശങ്ങൾ കൊടുക്കാതിരിക്കുക. ഒരാൾക്ക് ചിലപ്പോൾ കേരള ഫുഡ് ഇഷ്ടമായിരിക്കും, മറ്റൊരാൾക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡും. ഇതിൽ റൈറ്റോ റോങ്ങോ ഒന്നുമില്ല, ജസ്റ്റ് പ്രിഫറൻസ് ആണ് എന്ന് മനസ്സിലാക്കുന്ന പോലെയാണ് പേഴ്സണൽ ഫൈനാൻസിന്റെ കാര്യത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമത്തെ അഡ്വൈസ് ആണ് നമ്പർ 2, ബി കെയർഫുൾ ജഡ്ജിങ് ഹൗ അതർ പീപ്പിൾ സ്പെൻഡ് ദെയർ മണി. ഒരു ഹ്യൂമൻ നേച്ചർ ആണ് ഞാൻ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നവരൊക്കെ റോങ് ആണ് എന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഫൈനാൻഷ്യൽ ഡെസിഷൻസ് നമ്മുടെ ഡെസിഷൻസിൽ നിന്നും ഡിഫറെന്റ് ആണെങ്കിൽ അവർ റോങ് ആണെന്ന് ജഡ്ജ് ചെയ്യാതിരിക്കുക. ഒരു ഹെൽത്തി ഫൈനാൻഷ്യൽ ഫിലോസഫി എന്താണെന്നാൽ മറ്റുള്ളവരുടെ എക്സ്പീരിയൻസസ് റെസ്പെക്ട് ചെയ്യുക, നമ്മുടെ എക്സ്പീരിയൻസസിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. അറ്റ് ദി എൻഡ് ഓൾ ബിഹേവിയേഴ്സ് മേക്ക് സെൻസ് വിത്ത് ഇനഫ് ഇൻഫർമേഷൻ എന്ന കാര്യം മനസ്സിലാക്കുക. നമ്പർ 2, ദ ഹിഡൻ റീസൺ യു ഓൾവേസ് വാണ്ട് മോർ. നമ്മുടെ പൊതുവെയുള്ള ഒരു അസംഷൻ ആണ് ഒരു ബെറ്റർ ലൈഫ് നയിക്കണമെങ്കിൽ നിറയെ കാശ് വേണം എന്നത്. ഒരുപാട് കാശ് എനിക്ക് വേണം, വലിയൊരു വീട് വാങ്ങണം, നല്ലൊരു അടിപൊളി കാർ വാങ്ങണം എന്നുള്ള നമ്മുടെ ആഗ്രഹത്തിന്റെ പിന്നിൽ അതിനോടുള്ള ഡിസയറിനേക്കാളും അതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ലഭിക്കുന്ന റെസ്പെക്റ്റും അഡ്മിറേഷനും ഒക്കെയാണ്. സമൂഹത്തിൽ ഒരു മര്യാദ, ഇന്ന ആള് എന്നുള്ള ഒരു അഡ്മിറേഷൻ, ഇതാണ് നമുക്ക് എപ്പോഴും ഒരുപാട് കാശ് വേണമെന്ന് ചിന്തിപ്പിക്കുന്നത്. നമ്മുടെ ധാരണ എന്താണെന്നാൽ നമുക്ക് നിറയെ കാശുണ്ടെങ്കിൽ നല്ല കോസ്റ്റ്ലി കാർ തന്നെ വാങ്ങാം, നല്ല വീട് തന്നെ വാങ്ങാം. അതുപോലെ വലിയ വീട്, കാറൊക്കെ ഉണ്ടെങ്കിൽ ബഹുമാനവും സ്നേഹവും ഒക്കെ ആളുകളിൽ നിന്ന് ലഭിക്കുമെന്ന്. ഇത് ചിലപ്പോൾ നടന്നേക്കാം, ബട്ട് റിയാലിറ്റി അതിൽ നിന്നും വ്യത്യസ്തമാണ്. ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ സ്നേഹവും ബഹുമാനവും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നവരിൽ നിന്ന് കിട്ടാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതിനെ നമുക്ക് വേറൊരു രീതിയിലൂടെ ചിന്തിക്കാം. നമ്മുടെ ചരമകോളം ഓർ നമ്മൾ മരിച്ചാൽ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് പറയാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? മേ ബി നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ല ഹസ്ബൻഡ് ഓർ നല്ല വൈഫ്, കുട്ടികളെ നല്ലപോലെ നോക്കിയിരുന്ന നല്ല അമ്മ ഓർ നല്ല അച്ഛൻ, നല്ല വിൽ പവർ ഉള്ള ആള്, എല്ലാവരോടും നല്ല സ്നേഹത്തോടെ പെരുമാറിയിരുന്ന ആള്, അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ? അതല്ലാതെ ഇത്ര സെന്റ് സ്ഥലമുള്ള ആളായിരുന്നു പാവം, ഓർ ഓഡി കാറ്, BMW കാറൊക്കെ ഉള്ള ആളായിരുന്നു, ഓർ ഇത്ര പവൻ സ്വർണ്ണം ഉള്ള ആളായിരുന്നു എന്നതായിരിക്കില്ല അല്ലെ? ബേസിക്കലി നമ്മൾ കാശ് സമ്പാദിച്ച് പല എക്സ്പെൻസീവ് സാധനങ്ങളും വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ അറ്റൻഷനും റെസ്പെക്റ്റും കിട്ടാൻ വേണ്ടിയാണ്. അല്ല, അത് എനിക്ക് ശരിക്കും വേണം എന്നുള്ളത് കൊണ്ടാണ് എന്ന് പറയുന്നവരുണ്ടാവും. യെസ്, ഉണ്ടാകാം, ബട്ട് അത് വളരെ ചുരുക്കമായിരിക്കും. നമുക്ക് ശരിക്കും വേണം എന്നുള്ളത് പോലെ തോന്നിയാലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അതൊരു സ്റ്റാറ്റസ് സിമ്പിളായി കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. ഇനി മറ്റുള്ളവരുടെ റെസ്പെക്റ്റും അറ്റൻഷനും പിടിച്ചു പറ്റാനായിട്ട് നമ്മൾ കാശ് ചിലവാക്കുമ്പോൾ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്, ഹൗ എഫക്റ്റീവ് ഇറ്റ് ഈസ്. കാശ് ചിലവാക്കുക എന്നത് ഈ ഒരു കാര്യത്തിൽ നല്ല എഫക്റ്റീവ് ആണ്. ബിക്കോസ് അങ്ങനെ മുടക്കി വാങ്ങുന്ന സാധനങ്ങളൊക്കെ വിസിബിൾ ആണ്, പബ്ലിക് ആണ്. സോ നമുക്ക് മറ്റുള്ളവരുടെ അറ്റൻഷന് വേഗം തന്നെ നേടിയെടുക്കാനായിട്ട് പറ്റും. രണ്ടാമത്തേത്, ഹൗ ഡ്യൂറബിൾ ഇറ്റ് ഈസ്. നല്ലൊരു ലക്ഷറി കാർ ഞാൻ വാങ്ങിയാൽ ഇന്ന് ഒരുപാട് പേര് വാവ് എന്ന് പറഞ്ഞ് നോക്കിയേക്കാം, ബട്ട് നാളെ ആ ഒരു വാവ്നെസ് കുറച്ച് കുറയും. ദിവസങ്ങൾ കഴിയും തോറും അത് ജസ്റ്റ് ഒരു നോട്ടം മാത്രമായിട്ട് മാറുന്നു. മൂന്നാമത്തെ കാര്യമാണ്, ഹൂ ഈസ് പേയിങ് അറ്റൻഷൻ. ഇങ്ങനെയുള്ള മെറ്റീരിയലിസ്റ്റിക് തിങ്സ് മിക്കവാറും സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും നോക്കി അന്തിക്കുന്നത്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, സ്പൗസ്, പാരന്റ്സ്, കുട്ടികൾക്കൊക്കെ ഇത് ഇല്ലെങ്കിലും നമ്മളോട് സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ കാണിക്കും. അവരുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാനായിട്ട് ഇതിന്റെ ആവശ്യമില്ല. സോ ഇവിടെ അറ്റൻഷന് വേണ്ടി കാശ് ചെലവാക്കുന്ന ജങ്ക് ഫുഡ് കഴിക്കുന്ന പോലെ ആയിട്ട് കാണാൻ നമ്മൾ പഠിക്കണം. ടെംപ്റ്റിംഗ് ആയിരിക്കും, ലോങ് റണ്ണിൽ നമുക്ക് ഹാർംഫുൾ ആണ്. ജങ്ക് ഫുഡ് അഡിക്റ്റഡ് ആയാൽ ഹെൽത്തി ഫുഡ്, അതായത് ഇവിടെ നമ്മുടെ മീനിങ് ഫുൾ ഫാമിലി കണക്ഷൻസ് നമ്മൾ ഇഗ്നോർ ചെയ്യാനായിട്ട് തുടങ്ങും. ആമസോൺ ഒരു സക്സസ്ഫുൾ കമ്പനിയായി. ജെഫ് ബെസോസ് ഒരു ഹോണ്ട അക്കോർഡ് ആയിരുന്നു ഓടിച്ചിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് $500 മില്യൺ ഒരു യാഷ് ഉണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ജെഫ് ബെസോസിനെ റെസ്പെക്ട് ചെയ്യുന്നതും അഡ്മയർ ചെയ്യുന്നതും ഏത് കാര്യത്തിനാണ്? ഗ്രേറ്റസ്റ്റ് ഓണ്ടർപ്രണേഴ്സ് ഓഫ് ദ ഇറ എന്നതായിരിക്കും അല്ലെ? ഇതൊരു ഫേമസ് ആളിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ബട്ട് ഇവിടെ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, നമ്മൾ ആരാണ് എന്നതിലൂടെ റെസ്പെക്റ്റും അഡ്മിറേഷനും നേടിയെടുത്താൽ
നമ്മുടെ അടുത്തുള്ള മെറ്റീരിയൽ പൊസിഷൻസിലൂടെ റെസ്പെക്ട് നേടണം എന്നുള്ള തോട്ട് നമുക്ക് കുറയാനായിട്ട് തുടങ്ങും. ഇവിടെ നമ്മുടെ മൈൻഡിൽ വെക്കേണ്ട 2 പാഠങ്ങളുണ്ട്. നമ്പർ 1, ഒബ്സർവ് വാട്ട് ആക്ച്വലി മേക്സ് യു ഹാപ്പി ആൻഡ് മാക്സിമൈസ് ദാറ്റ്. നമുക്ക് കുറഞ്ഞ വരുമാനം വരുമ്പോഴും നിറയെ കാശ് സമ്പാദിക്കുമ്പോഴും ഒക്കെ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടാവും നമ്മളെ ശരിക്കും സന്തോഷിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അതൊക്കെ മാക്സിമൈസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഒരു ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിൽ യാത്ര ചെയ്ത് ഒരു 5 സ്റ്റാർ റിസോർട്ടിൽ താമസിച്ച് കുട്ടികളുടെ കൂടെ ബീച്ചിൽ കളിക്കുന്നത് ഒരു 10 ഔട്ട് ഓഫ് 10 ആണെങ്കിൽ, നമ്മുടെ വീടിനുള്ളിൽ നമ്മുടെ ലിവിംഗ് റൂമിലെ ഫ്ലോറിലിരുന്ന് കുട്ടികളുടെ കൂടെ ലെഗോസ് ഓർ ബോർഡ് ഗെയിം കളിക്കുന്നത് മേ ബി 8 or 9 ഔട്ട് ഓഫ് 10 ആയിരിക്കും. രണ്ടും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് ഈ ഒരു കേസിൽ വെക്കേഷൻസിൽ ഒരുപാട് കാശ് ഞാൻ എന്തായാലും ചിലവാക്കണം എന്ന് വിചാരിക്കുന്നതിന് പകരം എൻ്റെ ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ കുറെ ക്വാളിറ്റി ടൈം ചിലവാക്കണം എന്ന് കാണുക. വെക്കേഷന് പോയാലും ഇല്ലെങ്കിലും ആ ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് നമ്മുടെ ഹാപ്പിനെസ് കൂട്ടും. ഇല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ എക്സ്പെൻസീവ് വെക്കേഷൻസ് എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് ഡെസ്പ് അടിച്ച് ഉള്ള ടൈം നമ്മൾ വേസ്റ്റ് ആക്കുകയേ ഉള്ളൂ. നമ്പർ 2, ഷോ ഓഫ് ദ ഇൻസൈഡ് ഓഫ് യുവർ ഹൗസ്, നോട്ട് ദി ഔട്ട്സൈഡ്. നമ്മൾ മിക്കപ്പോഴും നമ്മുടെ സമ്പത്ത് ഇങ്ങനെ പുറത്ത് കാണിക്കുമ്പോൾ നമുക്ക് റെസ്പെക്ട് കിട്ടും എന്ന് വിചാരിക്കും. ബട്ട് റിയാലിറ്റിയിൽ സ്ട്രേഞ്ചേഴ്സിന് അതൊരു ജലസ് ഫീലിംഗ് ആണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ആളുകൾക്ക് അത് വിഷയമോ അല്ല. സമ്പത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവര് സ്നേഹവും ബഹുമാനവും ഒക്കെ കാണിക്കും. നമ്പർ 3, വൈ മോർ മണി ഇസന്റ് മേക്കിംഗ് യു ഹാപ്പി. നമ്മൾ മിക്കപ്പോഴും ഞാൻ ഇത്ര കാശ് സേവ് ചെയ്ത് നല്ലൊരു വീട് വാങ്ങണം, അപ്പോൾ ഞാൻ ഹാപ്പി ആവും എന്നൊക്കെ വിചാരിക്കും. എന്നിട്ട് കഷ്ടപ്പെട്ട് അതൊക്കെ ചെയ്യും. വിചാരിച്ച പോലെ പുതിയ വീട് വാങ്ങുമ്പോൾ നല്ല എക്സൈറ്റ്മെന്റും ഹാപ്പിനെസ്സും ഒക്കെ ഉണ്ടാവും. അത് അധിക കാലം നിലനിൽക്കുന്നില്ല. ഉടനെ തന്നെ അടുത്തത് എന്ത് വാങ്ങണം എന്ന ചിന്തകളാണ് ഉണ്ടാവുന്നത്. എന്നിട്ട് അത് നേടിയെടുക്കാൻ വേണ്ടി കുറെ കാലം കഷ്ടപ്പെടുന്നു. അത്രയും കാലം എനിക്കിത് വാങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമവുമായിട്ട് വീട് വാങ്ങിയപ്പോഴുണ്ടായ സന്തോഷം അങ്ങ് മറക്കുന്നു. ഞാൻ സന്തോഷത്തോടെ ഇരിക്കാൻ ഇനി എന്തൊക്കെ വേണം എന്ന് ചോദിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തില്ലാത്ത കാര്യങ്ങളെ പറ്റി ഓർക്കാതെ ഉള്ള കാര്യങ്ങൾ കൂടുതൽ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അവിടെയാണ് റിയൽ ഹാപ്പിനെസ്. നമ്മുടെ എക്സ്പെക്ടേഷൻസും നമ്മൾ ഇപ്പോഴുള്ള ജീവിത സാഹചര്യങ്ങളും തമ്മിലുള്ള ഗ്യാപ്പാണ് ജീവിതത്തിലെ ഹാപ്പിനെസ്. ഈ ഒരു ഗ്യാപ്പ് കൂടുന്തോറും സന്തോഷം കുറയുന്നു. താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുത്തിട്ടും എനിക്ക് ഇനിയും ഒരുപാട് വേണം എന്ന എക്സ്പെക്ടേഷൻസ് ഉള്ള ഒരാൾക്ക് ലക്ഷ്യങ്ങൾ സമ്പാദിച്ചാലും സന്തോഷം ഉണ്ടാവില്ല. നേരെ മറിച്ച് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഇല്ലാതെ ഉള്ളത് കൊണ്ട് സന്തോഷിച്ച് ജീവിതം നയിക്കുന്ന ഒരാള് കുറച്ച് ആയിരങ്ങൾ സമ്പാദിച്ചാലും ലൈഫിൽ ഭയങ്കര സന്തോഷവാനായിരിക്കും. അപ്പോൾ വലിയ വീടോ എക്സ്പെൻസീവ് കാറോ ഒന്നും വാങ്ങാൻ പാടില്ലേ എന്ന് ചോദിച്ചാൽ ആഗ്രഹം ഉണ്ടെങ്കിൽ വാങ്ങാം. ബട്ട് താൻ വാങ്ങിയ കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക, ഗ്രേറ്റ്ഫുൾ ആവുക. അതല്ലാതെ കുറച്ച് ദിവസം കഴിഞ്ഞ് മറ്റൊരാളുടെ പൊസിഷൻസ് കണ്ടിട്ട് എന്റേത് പോരാ എനിക്ക് ഇനിയും വേണം എന്ന് വിചാരിക്കുന്നതാണ് പ്രോബ്ലം. ഇവിടെ നമ്മുടെ ബ്രെയിനിന് എന്ത് വേണമെന്ന് അറിഞ്ഞാൽ ഒരുവിധം പ്രോബ്ലംസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമ്മുടെ ബ്രെയിനിന് പുതിയ വീട്, പുതിയ കാറ്, പുതിയ ഡ്രസ്സ്, പുതിയ വാച്ച് ഇതൊന്നും അല്ല വേണ്ടത്. ബ്രെയിനിന് ഇവിടെ വേണ്ട ഒരു സാധനമാണ് ഡോപ്പാമിൻ. ദാറ്റ്സ് ഇറ്റ്. ബ്രെയിനിന് ഡോപ്പാമിൻ മാത്രം മതി. അതാണ് നമുക്ക് എപ്പോഴും ഇനിയും 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 വേണം എന്ന് തോന്നുന്നത്. യുവർ ബ്രെയിൻ ഡസന്റ് വാണ്ട് സ്റ്റഫ്. ആ ഒരു സാധനം വേണം എന്നുള്ള ആന്റിസിപ്പേഷനും അത് നേടിയെടുക്കാനുള്ള പ്രോസസ്സിൽ നമ്മൾ പ്രതീക്ഷയോടെ കൂടി ഇൻവോൾവ് ആവുന്നതാണ് വേണ്ടത്. ഈ ഒരു കാര്യം നമ്മൾ എപ്പോൾ മനസ്സിലാക്കുന്നു അപ്പോൾ നമ്മുടെ ഡിസയർ കുറച്ച് നമ്മൾ നേടിയെടുത്തത് അപ്രീഷിയേറ്റ് ചെയ്ത് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. നമ്പർ 4, ദ ബെസ്റ്റ് തിങ്സ് ഇൻ ലൈഫ് കാൺട്ട് ബി ബോട്ട്. നല്ല സ്നേഹമുള്ള ഒരു ലൈഫ് പാർട്ട്ണർ, നല്ല കുട്ടികൾ, ഫ്രണ്ട്സ് ആൻഡ് നല്ല ആരോഗ്യം, ഇതൊക്കെ ഇൻ കേസ് നിങ്ങൾക്കുണ്ട് ആൻഡ് 10 lakhs ആണ് നിങ്ങളുടെ വാർഷിക വരുമാനം. ഈ ഒരു സിറ്റുവേഷൻ പ്രിഫർ ചെയ്യുമോ അതോ 10 കോടി വാർഷിക വരുമാനം ഉണ്ട്, ബട്ട് ലൈഫ് പാർട്ട്ണർ, കുട്ടികൾ, ഫ്രണ്ട്സ് എന്ന് ആരും തന്നെ ഇല്ല? ഇതിൽ ഏതായിരിക്കും നിങ്ങളുടെ ചോയ്സ്? അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കാണാൻ പോകുന്നത്. മണി നമുക്ക് ചെയ്തു തരാൻ പറ്റാത്ത കാര്യങ്ങൾ. നമ്മൾ ഒരുപാട് കാശ് എങ്ങനെയെങ്കിലും സമ്പാദിക്കണം, അത് നല്ലപോലെ ചിലവാക്കണം എന്നൊക്കെ മനസ്സിൽ പ്ലാൻ ഇടുമ്പോൾ നമ്മുടെ ഫോക്കസ് ഫുള്ള് മണിയിലും അത് നമ്മുടെ ലൈഫ് എങ്ങനെയൊക്കെ ബെറ്റർ ആക്കും എന്ന കാര്യത്തിലായിരിക്കും. നമ്മൾ മിക്കപ്പോഴും അതുമായി അസോസിയേറ്റഡ് ആയിട്ടുള്ള ഹിഡൻ പാർട്സിനെ ഇഗ്നോർ ചെയ്ത് വിട്ടേക്കും. സന്തോഷവാനായിരിക്കാൻ ഇനിയും എത്ര കാശ് വേണം എന്ന ചോദ്യം ചോദിച്ചാൽ മിക്കവരും അവർക്ക് ഇപ്പോഴുള്ള ഇൻകമിന്റെ ഡബിൾ ആയിരിക്കും പറയുക. 1 lakh സമ്പാദിക്കുന്ന ആള് 2 lakh, 20 lakh സമ്പാദിക്കുന്ന ആള് 40 lakh, 1 crore സമ്പാദിക്കുന്ന ആള് 2 crore എന്നും പറയുമായിരിക്കും. ഇവിടെ നമ്മൾ ഈ ഒരു സൈക്കോളജിക്കൽ ട്രാപ്പിൽ വീഴുന്നത് ഇരട്ടിയുടെ ഒന്നും ആവശ്യമില്ല, ഇപ്പോഴുള്ളതിനേക്കാൾ കുറച്ചുകൂടി അധികം മതിയാകും
എന്ന റിയലൈസേഷൻ വരാത്തത് കൊണ്ടാണ്. ഹാപ്പിനെസ് എന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിനെ നമുക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ലവിങ് ഫാമിലി, ഹെൽത്ത്, ഫ്രണ്ട്ഷിപ്പ്, 8 hours ഓഫ് സ്ലീപ്പ്, നല്ല കുട്ടികൾ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ മണിയുടെ റോള് വളരെ ലിമിറ്റഡ് ആണെന്ന്. കാശിന് തീരെ റോളൊന്നും ഇല്ല എന്നല്ല, ബട്ട് നമ്മൾ കരുതിയിരിക്കുന്ന അത്ര വലിയ റോളില്ല. നമ്മൾ ഈ റിച്ച് പീപ്പിള്, പുവർ പീപ്പിള് എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഇൻകമിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബട്ട് ഹാപ്പിനെസ് എന്നുള്ളത് ഇൻകമിനേക്കാളും മറ്റ് പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. കാശ് ഒരുപാട് സമ്പാദിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അപ്സൈഡ്സിനെ കുറിച്ച് നമുക്ക് ഈസി ആയി തന്നെ മനസ്സിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. ബട്ട് അതിനോടൊപ്പം ചില കാര്യങ്ങൾ എന്തായാലും മാറില്ല. ഓൾസോ ചില കാര്യങ്ങളുടെ കൂടെ കുറച്ച് അഡീഷണൽ ബാഗേജ് വന്ന് ഡിസപ്പോയിന്റഡ് ആകാം എന്ന കാര്യം നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഓൾറെഡി എപ്പോഴും നെഗറ്റീവായിട്ട് ഡെസ്പ് അടിച്ചിരിക്കുന്ന ഒരാൾക്ക് എത്ര കാശ് കിട്ടിയാലും സന്തോഷിക്കാനായിട്ട് പറ്റില്ല. അതുപോലെ കാശ് സമ്പാദിച്ച് ബംഗ്ലാവ് പോലെ ഒരു വീടൊക്കെ കെട്ടി അത് കണ്ട് സന്തോഷിക്കുമ്പോൾ ഇത്ര വലിയ വീട് ക്ലീൻ ആക്കാനുള്ള പാട്, അതിന്റെ റിപ്പയർ വർക്ക്സ് വന്നാലുള്ള കൂറ്റൻ ചിലവുകള്, ബില്ലുകള്, ഇതൊക്കെ ഈസിയായി തന്നെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു. അപ്പൊ കാശ് മുടക്കി വലിയ വീടൊന്നും വാങ്ങാൻ പാടില്ലേ, അത് ഹാപ്പിനെസ് തരില്ലേ എന്ന് ചോദിച്ചാല് യെസ്, ഹാപ്പിനെസ് തരും. ബട്ട് അത് നമ്മൾ വിചാരിക്കുന്ന കാരണങ്ങൾക്കല്ല. മോസ്റ്റ്ലി വേറെ കുറച്ച് ഇൻഡയറക്റ്റ് റീസൺസ് കൊണ്ടാണ്. വലിയ വീട് വാങ്ങിയാല് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിനെ ഒക്കെ ഇൻവൈറ്റ് ചെയ്ത് വലിയ ഗെറ്റ് ടുഗദർ അറേഞ്ച് ചെയ്യാൻ ഹെൽപ്ഫുൾ ആവുന്നു. അവരുമായിട്ട് സമയം ചിലവാക്കാൻ പറ്റുമ്പോൾ സന്തോഷിക്കുന്നു എന്നത് കൊണ്ടായിരിക്കാം. ഇതിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് ചിന്തിച്ച് നോക്കാം. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ചിലവാക്കാൻ പറ്റാത്ത വലിയ വീടുണ്ടെങ്കിൽ ഹാപ്പി ആവുമോ? ഓർ ഫാമിലിയുടെ കൂടെ സന്തോഷത്തോടെ സമയം ചിലവാക്കാൻ പറ്റാത്ത എക്സ്പെൻസീവ് വെക്കേഷൻസ് നിങ്ങൾക്ക് ഹാപ്പിനെസ് കൊണ്ടുവരുമോ? അതുപോലെ ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യാനും മാത്രം കമ്മ്യൂട്ടിനായിട്ട് നല്ല ഫാൻസി കാർ യൂസ് ചെയ്യേണ്ടി വന്നാൽ ഹാപ്പിനെസ് ഉണ്ടാവുമോ? സോ ബേസിക്കലി എനിക്ക് കാശില്ലാത്തത് കൊണ്ടാണ് ഞാനൊരു ഹാപ്പി പേഴ്സൺ ആകാത്തത് എന്ന് പറയാതെ ഹാപ്പിനെസ് തരുന്ന മറ്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതിനായിട്ട് ചിലവാക്കാൻ എൻ്റെ അടുത്ത് കാശുണ്ടോ എന്ന രീതിയിൽ ചിന്തിക്കുക. ഇതിനോടൊപ്പം നമ്മുടെ ലൈഫിൽ നടക്കാത്ത കുറച്ച് കാര്യങ്ങളായിരിക്കും നമുക്ക് ഒരു ഗുഡ് ലൈഫ് നൽകിയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് വരാത്ത അസുഖങ്ങൾ, നമ്മൾ ഒഴിവാക്കിയ വഴക്കുകൾ, നമ്മൾ വരുത്താത്ത മിസ്റ്റേക്സ്, അൺഅഫോർഡബിൾ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽസ് വേണ്ട എന്ന് മാറ്റിവെച്ചുള്ള ആ ഒരു ചോയ്സ്. സോ ഇതുപോലെ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യുക. അല്ലാതെ വിസിബിൾ ആയിട്ടുള്ള വീട്, കാറ്, ക്ലോത്ത്സ്, ജ്വല്ലറി, വെക്കേഷൻസ്, ടോയ്സ്, ഇതിലൊക്കെ ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇരിക്കുക. നമ്പർ 5, the day you stop impressing others, you become richer. നമ്മുടെ പേഴ്സണൽ വാല്യുബിൾ ഷീറ്റിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് ആണ് ആരെയും, എസ്പെഷ്യലി സ്ട്രേഞ്ചേഴ്സിനെ ഇംപ്രസ് ചെയ്യണം എന്നൊരു നീഡ് ഇല്ലാത്തത്. ഇത് ഭയങ്കര സിമ്പിൾ ആണ്. മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യണം എന്ന ആവശ്യമില്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ കുറയും. ആഗ്രഹങ്ങൾ കുറയുമ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോഴുള്ള കാര്യങ്ങളോടുള്ള സാറ്റിസ്ഫാക്ഷൻ കൂടും. അത്രേ ഉള്ളൂ. നമ്മുടെ ലൈഫ് എങ്ങനെ പോകുന്നു എന്ന് അളക്കാനായിട്ട് 2 ബെഞ്ച് മാർക്സ് ഉണ്ട്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. ഇന്റേണൽ എന്നത് നമ്മൾ നമ്മുടെ കൂടെ എത്ര ഹാപ്പിയായി ഇരിക്കുന്നു എന്നതാണ്. എക്സ്റ്റേണൽ എന്നത് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നതാണ്. നമ്മുടെ പണം ചിലവാക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ഓരോ ഡെസിഷൻസും ഈ 2 ബക്കറ്റിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് വേണ്ടി ആവും. ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു ചോദ്യം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. നമ്മൾ ഏത് ആവശ്യത്തിന് വേണ്ടി പണം ചിലവാക്കിയാലും അത് മറ്റുള്ളവർ എന്നെ കുറിച്ച് ഇംപ്രസ്ഡ് ആവണം എന്നതിന് വേണ്ടിയാണോ, അതോ അതുമൂലം എനിക്ക് ഉള്ളിന്റെ ഉള്ളിൽ നിന്നും സന്തോഷമുണ്ടാവും എന്നതിന് വേണ്ടിയാണോ? ആക്ച്വലി ഈ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ബെഞ്ച് മാർക്സ് തമ്മിൽ ഒരു പെർഫെക്റ്റ് ബാലൻസ് ആണ് കണ്ടെത്തേണ്ടത്. നമുക്ക് എപ്പോഴും എക്സ്റ്റേണൽ പ്രഷേഴ്സിനോട് ഒരു സ്ട്രോങ് സോഷ്യൽ പുൾ ഉണ്ടാവും. മിക്കതും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് വേണ്ടി ആരോ ഉണ്ടാക്കി വെച്ച പാത പിന്തുടരുമ്പോഴും പിന്നെ സോഷ്യൽ മീഡിയ പ്രഷർ, ഇതൊക്കെ ഈ എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് സ്ട്രോങ് ആക്കുന്നു. എന്നിരുന്നാലും നമുക്ക് എപ്പോഴും കുറച്ച് സ്ട്രോങ് ഇന്റേണൽ മെഷേഴ്സ് ഉണ്ടാവും. ഇൻഡിപെൻഡന്റ് ആവുക, മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള ആളുടെ കൂടെ ചെയ്യുക എന്നതൊക്കെ ആയിരിക്കും നമ്മൾ ശരിക്കും ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അതിന് കാശ് ഒരു വലിയ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. നമ്പർ 6, the secret to being happy with what you have. A good life is everything you need and some of what you want. If you have everything you want, you appreciate none of what you have. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമുക്ക് ഒരു നല്ല ജീവിതം നയിക്കാൻ പറ്റണം എന്നതാണല്ലോ. ബിക്കോസ് അങ്ങനെ ആയാൽ നമ്മൾ ഹാപ്പി ആവും എന്നാണ് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത്. ആക്ച്വലി ഈ സന്തോഷം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളതും പിന്നെ നമ്മൾ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ തമ്മിലുള്ള കോൺട്രാസ്റ്റ് ആണ്. ഇത് തമ്മിലുള്ള വ്യത്യസ്തയുടെ ഗ്യാപ്പ് കൂടുന്തോറും നമ്മൾ കൂടുതൽ സന്തോഷവാന്മാരാകും. ഫോർ എക്സാമ്പിൾ, നല്ല ദാഹിച്ചിരിക്കുന്ന സമയത്ത് കിട്ടുന്ന
ആ ഒരു ഗ്ലാസ് വെള്ളം അത് നല്ലൊരു സന്തോഷം നൽകുന്നു. മറ്റേത് ഡ്രിങ്കിനേക്കാളും അത് ബെറ്റർ ആയിട്ട് നമുക്ക് ആ സമയം തോന്നുന്നു. അതുപോലെ നല്ല വിശന്നിരിക്കുമ്പോൾ കഴിക്കുന്ന ഒരു സാധാ മീൽസിന്റെ രുചി അതും ഒന്ന് വേറെ തന്നെയാണ്. വേറെ ഒരു എക്സാമ്പിൾ ആണ്, 3 മണിക്കൂർ ആണെങ്കിലും ന്യൂ ബോൺ ബേബീസിന്റെ പാരന്റ്സിന് കണ്ടിന്യൂസ് ആയി ഉറങ്ങാൻ പറ്റിയാലും അതായിരിക്കും അവരുടെ ബെസ്റ്റ് സ്ലീപ്പ് അല്ലെ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കാനുള്ള ഒരു കാര്യമാണ്, ഗുഡ് ലൈഫിന് ഇത്ര കാശ് വേണം, ഇത്ര കാർ വേണം, ഇത്ര നല്ല വീട് വേണം എന്ന് ഒരിക്കലും അളന്ന് തിട്ടപ്പെടുത്താനായിട്ട് പറ്റില്ല. അളവല്ല ഇവിടെ കാര്യം, മറിച്ച് നമ്മൾ ഇപ്പോഴുള്ളതും നമുക്ക് ആ സമയത്ത് ലഭിക്കുന്ന കാര്യങ്ങളുമായിട്ടുള്ള ആ ഒരു വ്യത്യാസമാണ്. ഇത് കുറച്ചുകൂടെ നമുക്ക് റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ നോക്കാം. ആദ്യമായിട്ട് ഒരു ജോലി കിട്ടി, നമുക്ക് കിട്ടുന്ന ആദ്യത്തെ സാലറി അതിപ്പോ 5000-ഓ 10,000 ആണെങ്കിലും അതിന്റെ ത്രില്ലും സന്തോഷവും ഒന്ന് വേറെ തന്നെയാണ്. ചിലപ്പോൾ ഒരു ജ്യൂസ് ഒക്കെ വാങ്ങി നമ്മൾ ഫ്രണ്ട്സിന് ട്രീറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഒരു ജോബ് ചേഞ്ച് ചെയ്ത് ലാക്സ് സാലറി ആയി വരാൻ തുടങ്ങുമ്പോൾ സന്തോഷമൊക്കെ ഉണ്ടാവും. ബട്ട് ആ 0 ബാലൻസ് ആയിരുന്ന അക്കൗണ്ടിൽ 5000 രൂപ വന്നപ്പോഴുണ്ടായിരുന്ന ത്രില്ലും അഡ്രിനാലിനും ഇതിൽ ഉണ്ടാവില്ല. കോൺട്രാസ്റ്റ് എന്നൊരു വാക്കാണ് നമ്മുടെ മനസ്സിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്. അങ്ങനെ ആകുമ്പോഴും നമ്മൾ നമ്മുടെ ലൈഫിലെ ചെറിയ കാര്യങ്ങളും അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. എല്ലാ ദിവസവും ബിരിയാണി കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊരു സ്പെഷ്യലായി തോന്നില്ലല്ലോ. അതാണ് പോയിന്റ്. ഇൻ കേസ് നിങ്ങളുടെ അടുത്ത് നല്ല കാശുണ്ട്, വിചാരിക്കുന്നതൊക്കെ വാങ്ങാൻ പറ്റുമെങ്കിലും കഴിയുന്ന വിധം ഒരു സിമ്പിൾ ലൈഫ് നയിക്കാനായിട്ട് നോക്കുക. എന്നിട്ട് മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ വാങ്ങുന്നതും ഓർ എക്സ്പീരിയൻസ് ചെയ്യുന്നതിലുമെല്ലാം ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്, റാദർ ദാൻ വിചാരിക്കുന്നതൊക്കെ അപ്പൊ തന്നെ വാങ്ങുന്നതിനേക്കാളും. ലക്ഷറി ഐറ്റംസ് എൻജോയ് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് വഴി സിമ്പിൾ ലൈഫ് നയിക്കുക എന്നതാണ്. ഒക്കേഷണൽ ലക്ഷറി, നല്ലൊരു സർപ്രൈസ്, അൺഎക്സ്പെക്ടഡ് ട്രീറ്റ്, ഇതിന്റെ ഒരു ടേസ്റ്റും പവറും ഒക്കെ ഒന്ന് വേറെ തന്നെയാണ്. കോൺട്രാസ്റ്റ് നമ്മുടെ ലൈഫിൽ ഇല്ലാത്തപ്പോൾ എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങൾ കൂടി സിമ്പിൾ ആയിട്ട് തോന്നും. മറിച്ച് അത് ഉള്ളപ്പോൾ ഓർഡിനറി കാര്യങ്ങൾ കൂടി നമുക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് തോന്നും. നമ്പർ 7, ആർ യു ബൈയിങ് ഇറ്റ് ബിക്കോസ് യു നീഡ് ഇറ്റ് ഓർ ബിക്കോസ് അതേഴ്സ് വിൽ സീ ഇറ്റ്? നമ്മൾ കാശ് എന്ന സംഭവത്തെ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ ലൈഫ് ജീവിക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ ആയിട്ടാണോ, ഓർ ഇന്ന ആളേക്കാൾ ഞാൻ കാശുകാരനാണെന്ന് കാണിക്കാനായിട്ടുള്ള ഒരു മെഷർമെന്റ് ആയിട്ടാണോ? ഈ ചോദ്യത്തിന് 100% കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം കണ്ടെത്താൻ ചിലപ്പോൾ നമുക്ക് സാധിച്ചേക്കില്ല. അതാണോ ഇതാണോ എന്ന് ഡൗട്ട് വരാം. അങ്ങനെയുള്ളപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ എക്സ്പെരിമെന്റ് ഉണ്ട്. നമ്മൾ നമ്മുടെ ഫാമിലിയും മറ്റാരും ഇല്ലാത്ത ഒരു ഒറ്റപ്പെട്ട ഐലൻഡിൽ വന്നുപെട്ടു എന്ന് ഇമാജിൻ ചെയ്യാം. അവിടെ നമ്മുടെ അടുത്ത് എത്ര സമ്പത്തുണ്ട്, എത്ര വലിയ വീടുണ്ട്, ഏത് കാറാണുള്ളത്, ഏത് ബ്രാൻഡിന്റെ ഡ്രസ്സസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എത്ര സ്വർണ്ണം ഉണ്ട് എന്നൊക്കെ നോട്ടീസ് ചെയ്യാൻ ആരും തന്നെ ഇല്ല. അത് മാത്രമല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും വാങ്ങാനും നമുക്ക് പറ്റുമെങ്കിൽ ആ ഒരു സെനാരിയോയില് നമ്മുടെ അടുത്ത് ഇപ്പോഴുള്ള എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ വാങ്ങുമായിരിക്കും, ഏതൊക്കെ വാങ്ങില്ലായിരിക്കും. ഈ ഒരു എക്സ്പെരിമെന്റ് ഇത്ര ടൈം എടുത്ത് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ നമ്മൾ വാല്യൂ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ മാറാനായിട്ട് തുടങ്ങും. സ്റ്റാറ്റസിനേക്കാളും നമ്മൾ യൂട്ടിലിറ്റി വാല്യൂ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പിയറൻസിനേക്കാളും നമ്മൾ കംഫർട്ട് വാല്യൂ ചെയ്യാനായിട്ട് തുടങ്ങും. ലോഗോയ്ക്ക് പകരം നല്ല ഫാബ്രിക്, ബ്രാൻഡിന് പകരം യൂസബിലിറ്റി, പ്രസ്റ്റീജിന് പകരം ഡ്യൂറബിലിറ്റി, അങ്ങനെ പലതിന്റെയും പ്രയോറിറ്റീസ് മാറും. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ലൈഫിൽ എത്ര കാര്യങ്ങളാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ളത്. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സസ്, ജ്വല്ലറി, നല്ലൊരു ജോലി വാങ്ങിയതും, ലോൺ എടുത്തിട്ടാണെങ്കിലും വാങ്ങുന്ന ഹൈ എൻഡ് കാറ്, കടം വാങ്ങി നടത്തുന്ന മക്കളുടെ ആർഭാട കല്യാണം, എന്തിന് ഒരു കുഞ്ഞിന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് പാർട്ടി വെച്ച് ഒരുപാട് പേരെ ഇൻവൈറ്റ് ചെയ്ത് നമുക്ക് കാണാൻ ക്യൂട്ട് ആയിട്ടുള്ള ഡ്രസ്സ് അത് കുഞ്ഞിന് കംഫർട്ടബിൾ അല്ലെങ്കിലും ഇട്ട് കൊടുക്കുന്നത്, ജ്വല്ലറീസ് വാങ്ങുന്നത്, വീട് വാങ്ങുന്നത്, യാത്ര ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ഈ ഒരു ലിസ്റ്റിൽ. ഇവിടെ നമ്മൾ കരുതുന്നത് ഇതൊക്കെ എന്റെ കംഫർട്ടിനും സന്തോഷത്തിനുമാണ് ഞാൻ വാങ്ങുന്നത് എന്ന്. ബട്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും മറ്റുള്ളവർ എന്നെ നോക്കണം, അവർ എന്നെ കുറിച്ച് നല്ലത് പറയണം എന്നൊരു ചെറിയ സെൽഫിഷ്നെസ് ഇല്ലേ നമ്മുടെ ഉള്ളിൽ. എന്നാൽ ഇതൊന്നും വാങ്ങണ്ട എന്നല്ല പറയുന്നത്. സ്റ്റാറ്റസിന് വാങ്ങുന്നതും യൂട്ടിലിറ്റിക്ക് വാങ്ങുന്നതും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ രണ്ടിന്റെയും ഔട്ട്കമും ബെനഫിറ്റും വ്യത്യസ്തമായിരിക്കും. സ്റ്റാറ്റസ് തീരെ മൈൻഡ് ആക്കണ്ട എന്നതല്ല പോയിന്റ്, മറിച്ച് സ്റ്റാറ്റസിനേക്കാളും യൂട്ടിലിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതിനായിട്ട് നമ്മൾ മനസ്സിൽ വെക്കാൻ 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്, യൂട്ടിലിറ്റിക്ക് വേണ്ടി വാങ്ങുമ്പോൾ നമ്മുടെ ഐഡന്റിറ്റി എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുന്നു. അതേസമയം നമ്മൾ സ്റ്റാറ്റസിന് വേണ്ടിയാണ് ഒരു സാധനം വാങ്ങുന്നതെങ്കിൽ മറ്റുള്ളവരുടെ ഐഡന്റിറ്റിക്കാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇവിടെ പ്രോബ്ലം എന്താണെന്നാൽ മനുഷ്യരൊക്കെ ഡിഫറെന്റ് ആണ്.
അവരുടെ ടേസ്റ്റ്, സ്കില്ല്, ഗോൾസ്, ഇൻട്രസ്റ്റ് എല്ലാം വ്യത്യസ്തമായിരിക്കും. ഇവിടെ സ്റ്റാറ്റസിന്റെ പിന്നാലെ പോകുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലെങ്കിലും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ എന്ന് പറഞ്ഞ് അളവിൽ കൂടുതൽ കാശ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചിലവാക്കുന്നു. ഇവിടെ നമ്മൾ സാക്രിഫൈസ് ആണ് മിക്ക സമയങ്ങളിലും ചെയ്യുന്നത്. രണ്ടാമത്തെ കാരണമാണ് യൂട്ടിലിറ്റിയിൽ നിന്നും ലഭിക്കുന്ന സന്തോഷം സ്റ്റാറ്റസിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ ഡ്യൂറബിൾ ആയിരിക്കും. അത് സസ്റ്റൈനബിൾ ആയിരിക്കും, ലോങ് ടേമും ആയിരിക്കും. മറിച്ച് സ്റ്റാറ്റസിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം ഷോർട്ട് ടേം ആയിരിക്കും. മറ്റുള്ളവരുടെ ശ്രദ്ധ നമ്മളിലോട്ട് പിടിച്ചു പറ്റിയ ഉടനെ അടുത്ത ട്രെൻഡ്, സ്റ്റാറ്റസിന്റെ പിന്നാലെ നമ്മൾ പോകാനായിട്ട് തുടങ്ങും. ഇവിടെയൊക്കെ നമ്മൾ നമ്മുടെ വിലപ്പെട്ട കാശാണ് ചിലവാക്കുന്നത് എന്ന റിയലൈസേഷൻ ആണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ദ ആർട്ട് ഓഫ് സ്പെൻഡിങ് മണി എന്ന ബുക്കിന്റെ സമ്മറിയുടെ പാർട്ട് 1 എനിക്ക് ഷെയർ ചെയ്യാനുള്ള 7 ലെസൺസ്. ഈ 7 ലെസൺസും യൂസ്ഫുൾ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി ലെസൺസ് ഒക്കെ സമ്മറൈസ് ചെയ്തിട്ടുള്ള പാർട്ട് 2 വീഡിയോ ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.